ഇപ്പം ഞാൻ പട്നയിൽ താമസിക്കുന്ന അതേ ഹോട്ടലായിരുന്നു അമിത്ഷായും പിന്നെ നഡ്ഡ അടക്കമുള്ള BJPയുടെ മുഴുവൻ നേതാക്കൾ എൻ്റെ അതേ ഫ്ലോറിലാണ് ഈ രണ്ടാൾക്കാരുണ്ടായിരുന്നത്. ഞാൻ നോക്കുമ്പോൾ എല്ലാ CCTV ക്യാമറയും ടേപ്പ് വെച്ച് മറച്ചിരിക്കുകയാണ്. ഒരു CCTV ക്യാമറയും വർക്ക് ചെയ്യില്ല. അവിടെ നടക്കുന്നത് എന്താ? ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും മറ്റും വിളിച്ചു വരുത്തി അവിടെ യോഗങ്ങൾ നടക്കുകയാണ്. അത് അറിയാതിരിക്കാൻ വേണ്ടി CCTV മറച്ചു വെച്ചു. ഇവിടെ ബൂത്തുകളിൽ CCTV ഉണ്ട്. 2014 അത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കിയതിന് കണ്ണൂർ കലക്ടർക്ക് പുരസ്കാരം നൽകിയ കേന്ദ്ര ഗവൺമെൻറ്. ഇന്നെന്താ ഒരു മാസം കഴിഞ്ഞാലും നശിപ്പിക്കുന്നത്? ഫോം 20 ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു ബൂത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വോട്ടർമാർ വോട്ട് ചെയ്തു, എത്ര സ്ത്രീകൾ, എത്ര പുരുഷന്മാർ, അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എന്താ, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്കത് പരിശോധിക്കാം, രാഷ്ട്രീയ പാർട്ടികൾക്കത് പരിശോധിക്കാം. അപ്പോൾ വോട്ടെണ്ണുമ്പോൾ EVM തുറക്കുമ്പോൾ ഇത് രണ്ടും ടാലി ചെയ്യണം. ഇത് ശരിയാണോ അല്ലയോ എന്നുള്ള പ്രതിപക്ഷത്തിന് എങ്ങനെ അറിയാൻ സാധിക്കുക? അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ജനാധിപത്യ ധ്വംസനോടെ നടക്കുന്നത്? അതിനെതിരെയും കൂടിയുള്ള പോരാട്ടമായിരിക്കണം ഇത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും ഇതിന് അസംബ്ലിക്ക് മുന്നോടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവരുടെ ഈ കാപട്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കണം.